പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ വളരെ ആദരവോട് കൂടി തന്നെ നമ്മുടെ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇടങ്ങളിൽ, പ്രത്യേകം മനുഷ്യർ വഴി തെറ്റാൻ സാധ്യതയുള്ള ഇടങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പല വിഷയങ്ങളിലും ഉപദേശം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും മനുഷ്യൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഉപദേശം നൽകുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, ഓ സത്യവിശ്വാസികളെ, ഈമാനിന്റെ ഒരു തരിയെങ്കിലും നമ്മുടെ ഖൽബിന്റെ അകത്തളങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന ഈ ഉപദേശത്തെ വളരെയധികം മുഖവിലക്ക് എടുക്കേണ്ട ഉപദേശമാണ്. ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, ഒരിക്കലും തന്നെ നിങ്ങളെ ലാ തുശ്ഗിലുകും, നിങ്ങളെ ശുഗലാക്കി കളയരുത്, നിങ്ങളെ തെറ്റിച്ച് കളയരുത്. അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങളെ തെറ്റിച്ച് കളയാൻ പാടില്ല. വലാ ഔലാദുകും, നിങ്ങളുടെ മക്കളും നിങ്ങളെ തെറ്റിച്ച് കളയാൻ പാടില്ല. എന്തിനെ സംബന്ധിച്ച്? അന്തിക്കിരില്ലാ, അല്ലാഹുവിന്റെ വഴിയെ തൊട്ട് നിങ്ങളെ തെറ്റിച്ച് കളയരുത്. ഇമാമിയങ്ങൾ നൽകുന്ന ചെറിയ വിശദീകരണം ഞാൻ ഒന്ന് വായിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് മനസ്സിലാകും സമ്പത്ത് എങ്ങനെയാണ് മനുഷ്യനെ തെറ്റിച്ച് കളയുന്നത്. അത് നമുക്കൊരു പക്ഷേ നമുക്ക് വേഗം മനസ്സിലാകുന്ന സംഗതിയായിരിക്കാം. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമിയങ്ങള് സമ്പത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റുമൊക്കെ ദുനിയാവിനെ സംബന്ധിച്ചുമൊക്കെ നമ്മളോട് ഒരുപാട് ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും അതേ ഉപദേശം തന്നെ നമ്മളോട് നടത്തുകയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇമാമിങ്ങൾ പലരും ഉപദേശിച്ചിട്ടുള്ളത്. അതെ, ഇതിനെ സംബന്ധിച്ച് പറയുകയാണ്, വത്തസറഫു ഫീഹാ, നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, ഉള്ള സമ്പത്തിനെ നിങ്ങൾ ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ ഉള്ള സമ്പത്തിനെ വളർത്തി വലുതാക്കാൻ, അതിനെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ സാമ്പത്തികമായ വിജയത്തിന് വേണ്ടി ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയാണ്. ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണ്, ജോലി നിങ്ങൾ ചെയ്യുകയാണ്. ഇങ്ങനെ പല രൂപത്തിലും സമ്പത്തുമായി നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ അതാ ലാ തുശ്ഗിലുകും, നിങ്ങളെ ശുഗലാക്കാൻ പാടില്ല. അന്തിക്കരില്ല, അല്ലാഹുവിന്റെ വഴിയെ തൊട്ട് നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ അതാ വഴിതെറ്റിച്ചുകൂടാ. അല്ലാഹുവിൽ നിന്ന് സമ്പത്ത് നമ്മളെ അകറ്റിക്കൂടാ. വീണ്ടും അല്ലാഹു പറയാണ്, വലാ ഔലാദുകും, നിങ്ങളുടെ മക്കളും നിങ്ങളെ വഴിതെറ്റിച്ചുകൂടാ. മക്കൾ നമ്മളെ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അവർ നേർക്കുനേർ നമ്മളെ വഴിതെറ്റിക്കുകയല്ല. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാരണങ്ങളാൽ ഞാനും നിങ്ങളും അറിയാതെ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് അതാ തെറ്റിപ്പോവുകയാണ്. വസ്റൂറുകും ബിഹിം, അതേ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ അനുമതിയുണ്ട്, പക്ഷേ പരിധി വിട്ടാൽ അപകടമാണ്. അതേപോലെ തന്നെ വശഫഖതുകും അലൈക്കും, മക്കളെ കൊണ്ട് സന്തോഷിച്ച് മകന്റെ കല്യാണം ഉണ്ടാകുമ്പോൾ ഹറാമുകൾ ചെയ്യുക എന്ന് പറഞ്ഞത് മക്കളെ കൊണ്ടുള്ള അമിതമായ പരിധി വിട്ട സന്തോഷമാണ്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അതാ ചില കല്യാണങ്ങളിൽ പെൺകുട്ടികളുടെയോ ആൺകുട്ടികളുടെയോ ഒക്കെ കല്യാണങ്ങളിലും കല്യാണ ദിവസം അവരുടെ കൂട്ടുകാരും കൂട്ടുകാരികളും വന്നിട്ട് കേക്ക് മുറിക്കുകയും ബ്രൈഡ് ടു ബി എന്ന സംവിധാനങ്ങളും അങ്ങനെ പല പരിപാടികളും നടത്തി അല്ലാഹു പൊരുത്തപ്പെടാത്ത ചില സംസ്കാരങ്ങളും രീതികളും കൊണ്ടുവരുന്നത് നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ പരിധി വിട്ടുകൊണ്ട് മക്കളെ അതാ നാം മക്കളുടെ വിഷയത്തിൽ പരിധി വിട്ട് സന്തോഷിച്ചാൽ വശഫഖതുകും അലൈഹിം, അവരുടെ മേൽ നാം അമിതമായി വാത്സല്യമുള്ളവരായാൽ വാത്സല്യം വേണം, സ്നേഹം വേണം. അതേ സമയത്ത് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അകലുന്ന വാത്സല്യം പാടില്ല. വാത്സല്യം കൊണ്ട് മകനെ ഇൽമ പഠിക്കാൻ പറഞ്ഞേക്കുന്നില്ല. അത്തരത്തിലുള്ള വാത്സല്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ
നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.